2026 ഭാവി പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. 2014 ഭാവി പ്രധാനമന്ത്രിയായിരുന്നു. 2019 ഭാവി പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അവതരിപ്പിക്കുന്ന സമയത്തും അതിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ടോ എന്നുകൂടി കോൺഗ്രസ് പരിശോധിക്കേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടി സാർ പോലും രാഹുൽ ഗാന്ധിയെ കാണാൻ ചെന്നതിന് ശേഷം ഉമ്മൻചാണ്ടിയെ നിർത്തി സംസാരിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു ഗൗരവം കൊടുക്കാതിരിക്കുന്ന ഒരു രീതി, ആ രീതിയിലാണ് രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടി സാറിനോട് പോലും പെരുമാറിയത് എന്ന് പറയുമ്പോഴത്തേക്കും ആലോചിച്ചു. അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഈ ഒരു ഇത് പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. സോണിയാഗാന്ധി പണ്ട് ശ്രീ കെ കരുണാകരൻ ഡൽഹിയിൽ പോയി 3 ദിവസം അപ്പോയിൻമെന്റിനായിട്ട് കാത്തിരുന്നിട്ടും സോണിയാഗാന്ധി അപ്പോയിൻമെന്റ് കൊടുത്തിട്ടില്ല. കാരണം നരേന്ദ്രമോദിക്കെതിരെ അതിശക്തമായിട്ടുള്ള ജനവികാരം ഇന്ത്യയുടെ മണ്ണിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ചേർത്ത് നിർത്താനായിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് സാധിക്കാതെ വരുന്നത്? ഈ ഭാരത് ജോഡോ യാത്രയൊക്കെ വലിയ ആവേശമുണ്ടാക്കിയില്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്? പക്ഷേ ഉണ്ടാക്കിയ ആവേശത്തെ എന്തുകൊണ്ട് എൻക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? നമസ്കാരം സാർ. ഞാൻ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത് 2014 അന്ന് കറക്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്ക് 18 വയസ്സാവുന്നു. ഇലക്ടർ ID കിട്ടുന്നു. ഈ പ്രായ നാട്ടിനെ അറിയിക്കാൻ വേണ്ടോ? അല്ല, അതിന് പിന്നിലൊരു കഥയുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഇപ്പൊ BJP ആദ്യമായിട്ട് അധികാരത്തിലെത്തിയ തെരഞ്ഞെടുപ്പ്, ഇന്നസെന്റ് ഒക്കെ മത്സരിച്ച. അപ്പൊ അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു ഫ്രേസ് ഉണ്ട്, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന്. ഇപ്പൊ വർഷം 2026, രാഹുൽ ഗാന്ധി ഇപ്പോഴും ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി. ഇതിനിടയിൽ 2 ഇലക്ഷൻ കഴിഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത് 2029. പറയുമ്പോൾ വലിയ ദൂരം പോലെ തോന്നുമെങ്കിലും വെറും 3 വർഷമേ ഉള്ളൂ. സാധ്യതകൾ കുറവാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ 2029 ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും. 2026 ഭാവി പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. 2014 ഭാവി പ്രധാനമന്ത്രിയായിരുന്നു. 2019 ഭാവി പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അവതരിപ്പിക്കുന്ന സമയത്തും അതിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ടോ എന്നുകൂടി കോൺഗ്രസ് പരിശോധിക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള നേതാവ് തന്നെയാണ്. എന്നാൽ ജനങ്ങൾ അദ്ദേഹത്തിന് അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം കോൺഗ്രസ് വിട്ടുപോയിട്ടുള്ള അനവധി നേതാക്കന്മാരുണ്ട്. അനവധി നേതാക്കന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനവധി നേതാക്കന്മാർ, അതായത് ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെ, അതായത് രാഹുൽ ഗാന്ധിയുമായിട്ട് ഏറ്റവും വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെ മഹാരാഷ്ട്രയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഒക്കെ എന്തിനാ പറയുന്നത്, ഗുലാം നബി ആസാദ് വരെ, അതായത് രാജീവ് ഗാന്ധിയുടെയൊക്കെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന ഗുലാം നബി ആസാദ് വരെ, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ കാലഘട്ടത്തിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായിട്ട് നിലയുറപ്പിച്ചിരുന്ന ഗുലാം നബി ആസാദിന് പോലും പാർട്ടി വിട്ടുപോകേണ്ട ഒരു ഗതികേടുണ്ടായി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അമരീന്ദർ സിംഗിനെ പോലെ പഞ്ചാബ് അടക്കി ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിക്ക് പാർട്ടി വിട്ടുപോകേണ്ട ഒരു ഗതികേടുണ്ടായി എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ ഗാന്ധി ആ ഒരു തരത്തിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ചില വീഴ്ചകൾ, അതിനെ നമുക്ക് അവഗണിച്ചുകൊണ്ട് ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കത്തില്ല. അതായത് ഈ അടുത്ത കാലത്ത് KV തോമസുമായിട്ട് നമ്മളുടെ ചാനൽ നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ഈ രാഹുൽ ഗാന്ധി, ഉമ്മൻചാണ്ടി സാർ പോലും രാഹുൽ ഗാന്ധിയെ കാണാൻ ചെന്നതിന് ശേഷം ഉമ്മൻചാണ്ടിയെ നിർത്തി സംസാരിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു ഗൗരവം കൊടുക്കാതിരിക്കുന്ന ഒരു രീതി, ആ രീതിയിലാണ് രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടി സാറിനോട് പോലും പെരുമാറിയത് എന്ന് പറയുമ്പോഴത്തേക്കൊന്ന് ആലോചിച്ച് നോക്കൂ. ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ജീവിച്ചിരിക്കുന്ന ദൈവമല്ലേ? അപ്പോൾ അദ്ദേഹം അവിടെ ചെല്ലുന്ന സമയത്താണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് അങ്ങനത്തെ ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ KV തോമസ് മാഷിന് സമാനമായ രീതിയിലുള്ള അനുഭവം നേരിട്ടിട്ടുണ്ട്. ആസാം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് വിശ്വ ശർമ്മ, അദ്ദേഹം എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി വിട്ടുപോകാനായിട്ട് കാരണമായിട്ടുള്ളത്? അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിട്ടുപോകാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ 3 ദിവസത്തോളം ഈ പറഞ്ഞ സോണിയാഗാന്ധിയുടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ട് ഡൽഹിയിലെത്തി കാത്തിരുന്ന അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പാർട്ടി വിട്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഈ ഒരു ഇത് പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. സോണിയാഗാന്ധി പണ്ട് ശ്രീ കെ കരുണാകരൻ ഡൽഹിയിൽ പോയി 3 ദിവസം അപ്പോയിൻമെന്റിനായിട്ട് കാത്തിരുന്നിട്ടും സോണിയാഗാന്ധി അപ്പോയിൻമെന്റ് കൊടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഡോക്ടർ രാജശേഖർ റെഡ്ഡിയുടെ മകളും
ഭാര്യയും ചേർന്ന് ഒരു അപ്പോയിൻമെൻറ്റിനായിട്ട് സോണിയാഗാന്ധിയുടെ വസതിയിൽ പോയി കാത്തു നിന്നു. പക്ഷേ അവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടില്ല. അതിനുശേഷമാണ് മകൻ ജഗ്മോഹൻ റെഡ്ഡി ഉൾപ്പെടെയുള്ള ആളുകൾ പുതിയ പാർട്ടി രൂപീകരിച്ചത്. ഇന്നിപ്പോൾ ജഗ്മോഹൻ റെഡ്ഡിയുടെ സഹോദരി ആന്ധ്ര PCCയുടെ അധ്യക്ഷയാണ്. ആന്ധ്രയാണോ തെലങ്കാന PCCയുടെ അധ്യക്ഷയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രമാണ്. അപ്പോൾ ഈ ചരിത്രത്തിൽ നിന്നും രാഹുൽ ഗാന്ധി ഇപ്പോഴും പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരേണ്ട ഒരു സമയമാണിത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച മാത്രമാണോ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്? ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ കർഷകരുടെ പ്രശ്നമുണ്ട്. ഈ ഡൽഹിയിൽ നടന്നിട്ടുള്ള കർഷക പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അത് അഡ്രസ്സ് ചെയ്യാനോ രാഹുൽ ഗാന്ധിക്ക് സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ. അവിടെ നിന്നാണ് ഈ രാഹുൽ ഗാന്ധി ഒരിക്കലും ഭാവി പ്രധാനമന്ത്രി എന്ന ആ സ്ഥാനത്ത് നിന്ന് ഇനി എന്നെങ്കിലും ആ സ്ഥാനത്തിനൊരു മാറ്റം സംഭവിക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വോട്ടുചോറി വിവാദം, ബീഹാറിൽ വോട്ടുചോറി വിവാദം നടന്നു. അതിനുശേഷം മഹാരാഷ്ട്രയിൽ വോട്ടുചോറി വിവാദം നടന്നു. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ വോട്ടുചോറി വിവാദം നടക്കുന്നു. തമിഴ്നാട്ടിൽ വോട്ടുചോറി നടന്നതായിട്ട് ആരോപണം വരുന്നു. മറ്റു പല സംസ്ഥാനങ്ങളിലും വോട്ടുചോറി വിവാദം നടന്നതായിട്ട് പറയുന്നു. കേരളത്തിൽ തന്നെ ചില ട്രയൽ പരീക്ഷണങ്ങൾ നടന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് വോട്ടുചോറി എന്നുള്ള ഒരു വലിയ വിഷയത്തെ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചിട്ടും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഒരു ദേശീയ പ്രക്ഷോഭമാക്കി മാറ്റാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല? ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യമല്ലേ. ഇവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ CJP എന്നൊരു പ്ലാറ്റ്ഫോം, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് ഒഴുകിയെത്തുന്നത് 2.25 കോടിയോളം ചെറുപ്പക്കാരല്ലേ. ഈ 2.25 കോടി ജനത്തോളം ചെറുപ്പക്കാർ എന്തുകൊണ്ടാണ് ഈ CJP ഉയർത്തിയ ആ ആശയങ്ങൾ വെറും ഉട്ടോപ്യൻ ആശയങ്ങളാണ്. പക്ഷേ എങ്കിലും ആ ആശയത്തിന്റെ കീഴിൽ പോലും ഇന്ത്യയിലെ ചെറുപ്പക്കാർ അണിനിരന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനർത്ഥം എന്താണ്? അവർക്ക് ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് അവിടെയാണ്. കാരണം നരേന്ദ്രമോദിക്കെതിരെ അതിശക്തമായിട്ടുള്ള ജനവികാരം ഇന്ത്യയുടെ മണ്ണിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ചേർത്ത് നിർത്താനായിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് സാധിക്കാതെ വരുന്നത്? കോൺഗ്രസിന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നോ അഖിലേഷ് യാദവും അതോടൊപ്പം തന്നെ തേജസ്വി യാദവും ഒക്കെ, എന്തുകൊണ്ടാണ് അവരെ ചേർത്ത് നിർത്താനായിട്ട് കോൺഗ്രസിന് സാധിക്കാതെ വരുന്നത്? എന്താണ് കോൺഗ്രസിന്റെ പ്രശ്നം? അതോടൊപ്പം തന്നെ കർണാടകയിൽ JDS കോൺഗ്രസിന്റെ അടുത്ത സുഹൃത്തല്ലായിരുന്നോ? എന്തുപറ്റി? ഇന്ത്യ മുന്നണി രൂപീകരിച്ച ആളല്ലായിരുന്നു നിതീഷ് കുമാർ? എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് ഇവരൊക്കെ കോൺഗ്രസിൽ നിന്ന് അകന്നുപോയത് എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസ് പുനഃപരിശോധിക്കണ്ടേ? അങ്ങനെ പുനഃപരിശോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമല്ലേ ഭാവി പ്രധാനമന്ത്രി എന്ന സ്ഥാനം ഒഴിഞ്ഞ് പ്രധാനമന്ത്രിയിലേക്ക് എത്താനായിട്ട് രാഹുൽ ഗാന്ധിക്ക് സാധിക്കത്തുള്ളൂ. ഇവിടുത്തെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ, ചെറുകിട റീറ്റെയിലേഴ്സിന്റെ പ്രശ്നങ്ങൾ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സമയത്ത് സ്ത്രീകളുടെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ, പട്ടിണി. നമ്മുടെ രാജ്യത്ത്, നമ്മൾ കേരളത്തിലൊന്നും പട്ടിണി ഇല്ല എന്ന് പറയാം, പക്ഷെ നമ്മൾ പോയി നോക്കേണ്ടത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ്. ഇന്നും ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ച് ജീവിക്കുന്ന ഗ്രാമങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നിഷേധിക്കാൻ സാധിക്കുമോ? ഷൈനിങ് ഇന്ത്യ എന്ന് വാജ്പേയി പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ യുഗപുരുഷനാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ യുഗപുരുഷൻ ഇന്ത്യ ഭരിക്കുമ്പോഴും ഇന്ത്യയിൽ ദാരിദ്ര്യം ഒരു സത്യമായിട്ട് ഇവിടെ നിൽക്കുമല്ലേ. നമ്മൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിലേക്കൊക്കെ ഒന്ന് പോകും, വൈദ്യുതി എത്താത്ത സ്ഥലങ്ങളുണ്ട്. സ്വച്ഛ് ഭാരത് വന്നു എന്ന് പറയുന്നു. കക്കൂസില്ലാത്ത എത്ര വീടുകളുണ്ടെന്നറിയോ? കാരണം ഇത് നമ്മൾ കേരളത്തിലിരിക്കുമ്പോൾ കാണുന്നതല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബേസ് എന്ന് പറയുന്നത്, അതായത് എല്ലാ മതേതര പാർട്ടികളുടെയും, CPM-ന്റെ അടക്കം, CPI-യുടെ അടക്കം, സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ അടക്കം, ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. സഖാവ് EMS നമ്പൂതിരിപ്പാട് ആദ്യം കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അതിനുശേഷമാണ് സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ഉണ്ടാവുന്നത്. ഇങ്ങനെ ഒക്കെ എല്ലാവരുടെയും തറവാടാണ് ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ദേശീയ പ്രക്ഷോഭത്തിന്, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാത്തത്? പെട്രോളിന്റെ വിലക്കയറ്റത്തിനെതിരെ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെന്ന്, കാരണം കാലം മാറി, കാലത്തിനനുസരിച്ച് സമര മുറകളൊക്കെ മാറണം. എങ്കിലും പ്രത്യക്ഷ സമരത്തിലേക്ക് പോകേണ്ട സ്ഥലത്ത് പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ പോകേണ്ടതില്ലേ?
ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് ഇല്ലേ? എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒരു കരിദിനമെങ്കിലും ആചരിക്കാൻ സാധിക്കാത്തത്? ഒരു കരിദിനമെങ്കിലും ആചരിച്ച് ഗ്രാമാന്തരങ്ങളിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് സാധിക്കാത്തത്? രാഹുൽ ഗാന്ധി ഒരു വോട്ട് ചോറി യാത്ര നടത്തി എവിടെ? ബീഹാറിൽ. അതിനുശേഷം പിന്നീട് ഭാരത് ജോഡോ യാത്ര നടത്തി. ഈ ഭാരത് ജോഡോ യാത്രയൊക്കെ വലിയ ആവേശമുണ്ടാക്കിയില്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്? പക്ഷേ ഉണ്ടാക്കിയ ആവേശത്തെ എന്തുകൊണ്ട് എൻക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? കാരണം കേരളം വിട്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള CPM-കാരും ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമല്ലേ? ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലേ? നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയ ആളല്ലേ? അദ്ദേഹം എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വേറെ പിരിഞ്ഞു പോകാൻ കാരണം? മമതാ ബാനർജി നിലയില്ലാ കയത്തിൽ നിൽക്കുന്നു, നടുക്കടലിൽ നിൽക്കുന്നു. ഈ സമയത്ത് മമതാ ബാനർജിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്തം ആരുടെയാണ്? രാഹുൽ ഗാന്ധിക്കല്ലേ? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനല്ലേ? എന്താണ് ചെയ്യാത്തത്? കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് മമതാ ബാനർജി സറണ്ടർ ചെയ്തെത്തിയില്ലേ? എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടും എന്താണ് രാഹുൽ ഗാന്ധി നിലപാടുകൾ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വൈകുന്നത്? അതോടൊപ്പം തന്നെ ഇനി അടുത്ത വരാൻ പോകുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പഞ്ചാബ് തെരഞ്ഞെടുപ്പ്, കർണാടക തെരഞ്ഞെടുപ്പ്, തെലങ്കാന തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വരെ തെലങ്കാന തെരഞ്ഞെടുപ്പ്, ഈ മധ്യപ്രദേശ്, രാജസ്ഥാൻ, എല്ലാ തെരഞ്ഞെടുപ്പുകളും ഈ 1-2 വർഷത്തിനുള്ളിൽ വരത്തില്ലേ? BJP എന്താണ് ചെയ്യുന്നത്? ഒരെലക്ഷൻ കഴിയുന്നിടത്ത് നിന്ന് അവർ അടുത്ത ഇലക്ഷനുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണ്. ആ ഒരു പ്രിപ്പറേഷനിലേക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം പോകാത്തതെന്നാണ് നമുക്കറിയാൻ പാടില്ലാത്തത്. ഒരുപാട് ആശയങ്ങളുള്ള, ഒരുപാട് ഐഡിയോളജിയുള്ള ഒരാളാണ് സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള KC വേണുഗോപാൽ എന്ന് പറയുന്നത്. പക്ഷെ KC വേണുഗോപാലിന് പോലും ഈ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധിയൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ് ഈ പാർട്ടിയുടെ ശത്രു? തിരിച്ചറിയണ്ടേ? പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പാർട്ടിയുടെ ശത്രു ആരാണ് തിരിച്ചറിയണ്ടേ? ഈ ഒരു പ്രതിപക്ഷമായിട്ടുള്ള ഈ പാർട്ടി ഭാരത് ജോഡോ യാത്രയെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു സമരം നടത്താനായിട്ട് ഈ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നാൽ മാത്രമല്ലേ ഇവർ തങ്ങളുടെ കൂടെ ഉണ്ട്, കോൺഗ്രസ് പാർട്ടി തങ്ങളോടൊപ്പം ഉണ്ട് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രമല്ലേ നാളെയും ഈ പറഞ്ഞ ജനം കോൺഗ്രസ് വോട്ട് ചെയ്യത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ED ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഓപ്പറേഷൻ താമര നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓപ്പറേഷൻ ലോട്ടസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉറങ്ങുകയാണോ? പണം കൊടുത്ത് ഭീഷണിപ്പെടുത്തി ആണ് അവിടെ നിന്ന് ആളുകളെ BJP-യിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യസഭാ അംഗങ്ങളെ രാജിവെപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യസഭാ അംഗങ്ങളെ രാജിവെപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധം രാഹുൽ ഗാന്ധിക്കില്ലേ? കാരണം 1 ഇന്ത്യ 1 ഇലക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മണ്ഡല പുനഃക്രമീകരണത്തിലൂടെ 820 പരം പുതിയ നിയോജക മണ്ഡലങ്ങൾ, പുതിയ തലം മൊത്തത്തിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം 820ഓളം പുതിയ പാർലമെന്റ് നിയോജക മണ്ഡലങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ നിയോജക മണ്ഡലങ്ങൾ വരികയും മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിന് കുറവ് വരികയും ചെയ്യുന്നതോടുകൂടി നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വോട്ടും അവിടെ നിന്നുള്ള MP-മാരെയും കൊണ്ട് ഈ രാജ്യത്ത് മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കും? ഈ പറഞ്ഞ BJP-ക്ക് സാധിക്കും. അതുകൊണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഒരു ഭാവി പ്രധാനമന്ത്രി ആയിട്ട് എന്നും ഇരിക്കാതെ ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് തനിക്ക് എത്തണം എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി രാഹുൽ ഗാന്ധി ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമയമാണിത്. ഇത് പ്രസ്താവനകൾ കൊണ്ടോ സോഷ്യൽ മീഡിയയിലോ മാത്രം ഇരുന്ന് എഴുതേണ്ട സമയമല്ല. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവനായിട്ട് മാറേണ്ട സമയമാണ്. അതല്ല എങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ 2029 നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഭാവി പ്രധാനമന്ത്രിയായിട്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇരിക്കാൻ സാധിക്കും എന്ന് ഈ അവസരത്തിൽ പറയാനുള്ളൂ.